ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ മനോഹരമായൊരു കവിതയുണ്ട് മലയാളത്തിൽ. പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും. ഒരു മുത്തച്ഛൻ സ്കൂൾ തുറക്കുന്ന ദിവസം തൻ്റെ കൊച്ചുമകനെ ആദ്യമായി സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതാണ് കവിതയുടെ ഇതിവൃത്തം. പുത്തനുടുപ്പും പുതിയ സ്ലേറ്റുമായി മുത്തച്ഛൻ്റെ കൈപിടിച്ച് സന്തോഷത്തോടെ പോകുന്ന കൊച്ചുമകനോട് മുത്തച്ഛൻ പറയുന്നു, പതിവ് പോലെ ഇളം കിളികൾ നിന്റെ വരവും കാത്തിരിപ്പുണ്ട്. നിനക്കവയുടെ ഭാഷ അറിയാമല്ലോ, അതുകൊണ്ട് അവരോട് യാത്ര പറഞ്ഞു പോരൂ. പക്ഷേ അടുത്ത വരികളിൽ ഇടശ്ശേരി ഇങ്ങനെ കുറിക്കുകയാണ്, സ്കൂളിൽ ചെന്ന് അല്പം വ്യാകരണമൊക്കെ പഠിച്ച് തിരികെ വരുമ്പോൾ നിങ്ങൾ അന്യോന്യം മറന്നിരിക്കും. അപ്പോഴേക്കും നാനാവിധ ജാതികളുടെ ഭാഷ നിന്റെ വായിൽ നിന്ന് നഷ്ടമാകും. കവിത ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, 50 കൊല്ലം മുമ്പ് ആര് തമ്മിൽ ഇഷ്ടത്തോടെ കളിച്ചു വളർന്നുവോ അവരെ പുസ്തകജ്ഞാനം മനുഷ്യരും ജന്തുക്കളുമായി വേർതിരിച്ചു. ഇടശ്ശേരിയുടെ കവിത നമ്മുടെയൊക്കെ ജീവിതത്തെക്കുറിച്ചാണോ എന്ന് തോന്നാറുണ്ട്. പണ്ടൊരുമിച്ചായിരുന്നു, എല്ലാവരെയും സ്നേഹത്തോടെ കാണാൻ കഴിയുമായിരുന്നു, എല്ലാവരുടെയും ഭാഷ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് പഠിച്ചു വലിയ വിദ്യാഭ്യാസവും ജോലിയുമൊക്കെ ആയപ്പോൾ നാമൊക്കെ പരസ്പരം അപരിചിതരായി പോയിരിക്കുന്നു. പരസ്പരം മനസ്സിലാക്കാൻ പറ്റാതെ ഭാഷ വ്യത്യസ്തമായിരിക്കുന്നു. അപ്പോൾ എന്താണ് വിദ്യാഭ്യാസമെന്നും എന്തിനാണ് വിദ്യാഭ്യാസമെന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രകൃതിയുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ ഭാഷ മനസ്സിലാക്കാൻ പറ്റാത്ത അറിവ് എന്തിനാണ് നേടിയത്? ഇതൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നില്ല. മറിച്ച് എന്തൊക്കെയോ നേടിയപ്പോൾ ഞാൻ ആരൊക്കെയോ ആയി എന്ന തോന്നലുകൾ മനുഷ്യനെ പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്തവനാക്കി എന്നതാണ് സത്യം. മനുഷ്യത്വത്തെക്കാൾ മികച്ച പുസ്തകം മറ്റെന്താണ് ഉള്ളതെന്ന് ഗാന്ധിജി ചോദിക്കുന്നു. വിദ്യാഭ്യാസത്തിലൂടെ ഉജ്ജ്വലിപ്പിക്കേണ്ടതാണ് മനുഷ്യത്വം. അല്ലാതെ കുറെ ഡിഗ്രികൾ നേടിക്കഴിയുമ്പോൾ നഷ്ടപ്പെടേണ്ട ഒന്നല്ല മനുഷ്യത്വം. ആ മനുഷ്യത്വം ഉണ്ടാകേണ്ടത് ദൈവത്വത്തിൽ നിന്നാണ്. നല്ല മനുഷ്യനാവുക എന്നാൽ നല്ല ദൈവീകതയിൽ നിറയുക എന്നർത്ഥമാക്കേണ്ടിയിരിക്കുന്നു. ശലോമോന്റെ വാക്കുകൾ മനസ്സിൽ കുറിച്ചിട്ടേ മതിയാകൂ. യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ദൈവഭക്തിയും ദൈവബന്ധവുമില്ലാതെ നേടുന്ന വലിയ ഡിഗ്രികളും ഉയർന്ന ജോലിയുമൊന്നും നമ്മെ മനുഷ്യത്വമുള്ളവരാക്കില്ല. മറ്റുള്ളവരുടെ ഭാഷയും അവസ്ഥയും കണ്ടെത്താൻ കഴിയാത്ത വിദ്യാഭ്യാസം ഉപയോഗശൂന്യമാണെന്ന് തന്നെ പറയേണ്ടി വരും. ദൈവഭക്തിയിൽ ആശ്രയിച്ച് സഹജീവികളുടെ മനസ്സറിയുന്ന നല്ല വിവേകമുള്ളവരായി മാറാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും മിത്തങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും രക്ഷാകവചം നീ മാറാതെന്നാളും അങ്ങിൻ മുമ്പേ പോയാൽ ഭയമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ.